ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു കിടുക്കാച്ചി പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയതാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇളനീരൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിടിലം പുഡിംഗ് റെസിപ്പിയാണ്. ഇതിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിതവിടെ ഒരു ഇളനീരിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോവാത്ത ഇളനീര് എടുക്കണം കേട്ടോ, അതാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനെടുത്ത ഇളനീര് കുറച്ച് വലിപ്പമുള്ളതായതിനെ കൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാമ്പുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയുടെ വെള്ളം കൂടി, അതായത് ഇളനീരിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. ഇനി ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ 1 കപ്പിന് തന്നെ 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഫൈനായിട്ട് അരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ, ചെറിയ തരിതരികളോട് കൂടിയിട്ടാണെങ്കിലും അരച്ചെടുത്താൽ മതി. മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് ഒന്ന് ചുഴറ്റിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ ഒരു നുള്ളു ഉപ്പ് കേട്ടോ. പുഡിങ്ങാണ്, എന്തെങ്കിലും ഉപ്പ് ചേർക്കണമെന്ന് തോന്നണ്ട, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഈ സമയത്ത് അത് പെട്ടെന്ന് തന്നെ കുറുകി വരും. കൈയെടുക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കോൺഫ്ലവറൊക്കെ ചേർത്തതിനെ കൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ നല്ലോണം തിക്കായിട്ടുള്ളൊരു ഇതായിട്ടല്ല നമുക്കിത് കിട്ടേണ്ടത്, ചെറുതായിട്ടൊരു ലൂസായിട്ടും വേണം കേട്ടോ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ പാല് പോരാന്ന് തോന്നിയതുകൊണ്ട് വീണ്ടും ഒരു 3/4 കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, പാല് ഇതുപോലെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. രണ്ടാമത് ചേർത്ത് കൊടുത്ത പാല് നന്നായിട്ടൊന്ന് ചൂടായി ഇതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് അടുപ്പിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇളനീര്, ഇതുപോലെ ഇളനീരിൻ്റെ കാമ്പ് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ്. നന്നായിട്ട് അരച്ചിട്ടില്ല, ചെറിയ തരികളോട് കൂടി അരച്ചെടുത്തതാണ്. ഇപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മധുരത്തിൽ കുറവായിട്ട് തോന്നി, അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല സ്റ്റിഫായി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അതുപോലെ ഒന്നാക്കിയെടുത്താൽ മതി. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കുക, പുഡിങ് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് വേണം. ബ്രെഡ് എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രെഡ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് ഈ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. പുഡിംഗ് ബൗളിൽ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയൊക്കെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ബീറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. പക്ഷേ ഞാൻ ആ ഒരു ഭാഗം ഈ പുഡിംഗ് ബൗളിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്കിപ്പ് ചെയ്തതാട്ടോ. കാരണം ഇത് സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് മുകൾ വശത്ത് എനിക്ക് പിന്നെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാനുള്ള ഗ്യാപ്പില്ല എൻ്റെ പുഡിംഗ് ബൗളിൽ, വേറെ പുഡിംഗ് ബൗൾ കയ്യിലില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് കൊടുക്കൽ കഴിഞ്ഞ ശേഷം വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക, പാലിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേന് തന്നെ പുഡിംഗ് ബൗൾ ഏകദേശം ഫുള്ളായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ പുഡിംഗ് ബൗൾ വേണമെന്നൊന്നൊരു നിർബന്ധമില്ല കേട്ടോ. സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല പാത്രങ്ങൾ എന്താണുള്ളത് അതിൽ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ പിസ്ത പൊടിച്ചതാണ് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്താൽ മതി കേട്ടോ. പിസ്ത തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിസ്തൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് മാത്രം, കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അതിൻ്റെ മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉറപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. ബ്രെഡ് എടുക്കുന്ന സമയത്ത് നല്ല ബ്രെഡ് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ്, കിടു ടേസ്റ്റാണ്.
എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിതപ്പോൾ ഈ പുഡിംഗ് ബോൾ കൂടാതെ വേറൊരു പാത്രത്തിൽ ചുറ്റുപാത്രമാണ് അതിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ 2-3 ലെയറായിട്ട് വിപ്പിംഗ് ക്രീമും ഇതൊക്കെ ബ്രെഡ് പാലിൻ്റെ മിക്സ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് അത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലപോലെ തണുപ്പിച്ച് കഴിക്കണം. 2-3 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ലപോലെ തണുത്ത് കിട്ടും. പക്ഷേ ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മധുരം നമ്മളെപ്പോൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോഴും തണുപ്പിച്ച് കഴിക്കുമ്പോൾ മധുരം കുറയാതിരിക്കാനായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം മധുരത്തോടു കൂടി തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പുഡിങ്ങിന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.